ബീജം എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചാക്ഷര മഹാമന്ത്ര രഹസ്യം. പ്രണവപ്പൊരുളായ ഓങ്കാരവും നമഃശിവായ എന്ന 5 അക്ഷരങ്ങളും കൂടി ചേർന്നതാണ് പ്രണവ പഞ്ചാക്ഷരം. പരമശിവൻ്റെ 5 ദിവ്യമുഖങ്ങളാണ് നമഃശിവായ. ഇവ 5ഉം 5 ശക്തിവിശേഷങ്ങൾ ധ്വനിപ്പിക്കുന്ന മന്ത്രമുഖങ്ങളാണ്. വശ്യം, മോഹനം, സ്തംഭനം, ഉച്ചാടനം, മാരണം എന്നീ മന്ത്രരഹസ്യങ്ങൾ യഥാക്രമം ഈ 5 മുഖങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ഇതാണ് പഞ്ചാക്ഷരി. ഓം നമഃ ശിവായ. നമഃശിവായ എന്ന പഞ്ചാക്ഷരം സദാശിവമൂർത്തിയുടെ 5 മുഖങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. പഞ്ചാക്ഷര യോഗ പീഠമിട്ട് അതാതിൻ്റെ ഋഷി, ഛന്ദസ് ഇവ പിടിച്ച് അതാതിൻ്റെ ശക്തി, ദേവത, ബീജം ഇവ ഉരുവേറ്റി ഓരോന്നിനും വിധിച്ചിട്ടുള്ള ഭൂതം, ഉയിരെഴുത്ത് ഇവ ജപിക്കണം. പീഠത്തിൽ ഓരോ അക്ഷരത്തിനും പറഞ്ഞിട്ടുള്ള നിറം, പട്ട്, ആയുധം ഇവ പാലിക്കണം. യന്ത്രം വയ്ക്കണം. മന്ത്രപൂജയ്ക്ക് ആ അക്ഷരത്തിന് പറഞ്ഞിട്ടുള്ള വൃക്ഷത്തിൻ്റെ ചമത കൊണ്ട് മഹാഹോമവും ആകാം. ഇപ്രകാരമുള്ള യോഗീശ്വരന്മാർ നമഃശിവായത്തെ ഉപാസിച്ച് പഞ്ചാക്ഷര മന്ത്രസിദ്ധി വരുത്തുന്നതെന്ന് മഹാമന്ത്രയോഗമെന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. മനുഷ്യർക്ക് അന്യരുടെ ഉപദ്രവം, രോഗം, പീഡകൾ, കഷ്ടത, ദാരിദ്ര്യം, ആഭിചാരം, ബാധകൾ ഇവയെ ഉച്ചാടിക്കാൻ പഞ്ചാക്ഷര മന്ത്രപ്രയോഗങ്ങൾ ആകാം. കാര്യസാധ്യം, പ്രവൃത്തി തടസ്സം നീക്കുക എന്നിവയ്ക്കായി വശ്യ, ആകർഷണ, മോഹന വിദ്യകൾ ഉപയോഗിക്കാം. ഇവയെല്ലാം രജോ ഗുണ വിദ്യകളാണ്. എന്നാൽ മാരണം, സ്തംഭനം എന്നിവ തമോ ഗുണപ്രദവും തിരിച്ചടി പ്രതീക്ഷിക്കേണ്ടതും തലമുറയെ തന്നെ ദോഷപ്പെടുത്തുന്നതുമാകയാൽ അത്തരം പ്രയോഗവിധികൾ ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പാടില്ലാത്തവയുമാകുന്നു. ഗുരുപദേശം മേൽപ്പറഞ്ഞതിനെല്ലാം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഓം നമഃ ശിവായ.